അവിടെ ഒരു അരമണിക്കൂറോളം ശരിക്കും ഡിലേ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നമ്മൾ മുളങ്ങുന്നത്താവ് സ്റ്റേഷനിൽ നിർത്തിച്ച് തന്നെ നമ്മൾ ഓൾറെഡി ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ TTR ത്രൂ. അപ്പോൾ നമുക്കവിടെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ട്രെയിൻ നിർത്തിയിട്ടുള്ളത്. അവിടെ ആരും ചങ്ങല വലിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ S8 കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ശ്രീധനെടുത്ത് നമ്മൾ കൊണ്ടുപോവുക ചെയ്തത്. ക്യാരി ചെയ്തിട്ട് ഓടുകയാണ് അങ്ങോട്ട് ചെയ്തത്. അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഒരു ആംബുലൻസ് ഫെസിലിറ്റി വേറെ ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളത്. അത് ഈ TTRും അറിയണത് അപ്പോൾ തന്നെയാണ്. കാരണം അവരും ഈ പറഞ്ഞ പോലെ സ്റ്റേഷനിലുള്ള സ്റ്റാഫുകൾ എടുത്തിട്ട് തർക്കിക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ തന്നെ. പിന്നെ ഞങ്ങൾ ആ ഒരു ഉള്ളിലൊരു ബെഞ്ചിൽ തന്നെ കിടത്തിയിട്ട് CPR കൊടുക്കുക ചെയ്തത്. നമ്മുടെ കൂടെ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മെയിലായിരുന്നു. അദ്ദേഹമാണ് ഈ CPR കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ ആൾക്ക് ചെയ്യാൻ പറ്റില്ല, അവർ CPR കൊടുക്കണമെങ്കിൽ ഡോക്ടർ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ട്രെയിനകത്തേക്ക് പോകുമായിരുന്നു. ട്രെയിനകത്ത് ഓരോ ബോഗിയിൽ കയറിയിട്ട് അവിടെ ആ ഒരു മിഡ് നൈറ്റ് 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരൊക്കെ തട്ടി വിളിച്ചിട്ട് ഒരു ഡോക്ടർ ഉണ്ടോ എന്ന് എൻക്വയറി ചെയ്തിട്ട് ഒരു ലേഡി ഡോക്ടറാണ് നമുക്ക് അവിടെ നിന്ന് വരിക ചെയ്തത്. അവരെന്നെ ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ആളായിരുന്നു. പിന്നീട് CPRും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. CPR കൊടുത്തു കഴിഞ്ഞിട്ട് 3 സെക്കൻഡോളം 3 മിനിറ്റോളം അവർക്ക് പൾസ് ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ലാസ്റ്റ് അവർ പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് എനിക്ക് ഒരു അരമണിക്കൂറുണ്ടില്ല. ഞാൻ തിരിച്ചു പോയിട്ട് ബാഗ് എടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നേ. ഞാൻ തൃശ്ശൂർ ഇറങ്ങേണ്ട ആളായിരുന്നു. അപ്പോൾ എന്നിട്ട് തിരിച്ച് കയറിയിട്ട് ആംബുലൻസിൽ ഞാനും ഒരു കണ്ണൂരിൽ നിന്നൊരു ആളുണ്ടായിരുന്നു. പിന്നെ ഒരു തമിഴ്നാട് കന്യാകുമാരിക്ക് പോകുന്ന ഒരു തമിഴ്നാട് സ്വദേശി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരാണ് ആംബുലൻസിൽ കയറിപ്പോയത്. ആംബുലൻസിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ആംബുലൻസിനകത്ത് ഒരു ഓക്സിജൻ്റെ ഫെസിലിറ്റീസോ വേറെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനകത്തും ആ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. താഴെ തന്നെ കിടത്തിയിട്ട് അതിനൊരു നേഴ്സായിരുന്നു ഉണ്ടായിരുന്നത് ആംബുലൻസിനകത്ത്. അവരും അഗൈൻ CPR തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അവിടെ നിന്നൊരു 5 മിനിറ്റിനുള്ളിലോ 10 മിനിറ്റിലോ താഴെയായിട്ട് തന്നെ നമ്മൾ ഒരു 8 മിനിറ്റ് താഴെയായിട്ട് നമ്മൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലെത്തി 2-3 മിനിറ്റ് കാഷ്വാലിറ്റിയിലേക്ക് കയറി ഞങ്ങൾ പുറത്ത് നിന്നു. അപ്പോൾ തന്നെ 2 മിനിറ്റിൽ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആൾ മരിച്ചു, എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഞങ്ങളൊന്ന് ട്രെയിനിൽ ഇങ്ങനെ സംഭവം ആൾ മരിച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ആയുള്ളൂ എന്ന് ഡോക്ടർ ഞങ്ങളുടെ അടുത്താണ് ഞാൻ പറയുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഇതിനിടയിൽ എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ നിർത്തി ഞങ്ങൾ ഡോക്ടറെ നോക്കുന്നതിനിടയിൽ സ്റ്റേഷനിൽ ഈ ട്രെയിൻ എടുക്കാനുള്ള നിർദ്ദേശം പോയിട്ടുണ്ടായിരുന്നു. കാരണം സിഗ്നൽ മാറി പച്ച കത്തിയില്ലായിരുന്നു. ഓറഞ്ച് കത്തിയപ്പോൾ തന്നെ അവിടെ ഒരു എനിക്ക് തോന്നുന്നു 30+ ആൾക്കാർ ട്രെയിനിന് പുറത്തുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ 50+ ആൾക്കാർ ഓരോരോ ബോഗിക്ക് നിന്നും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇങ്ങനെ ട്രെയിൻ എടുക്കാനുള്ള ഒരു നിർദ്ദേശം ലൈറ്റും കണ്ടപ്പോൾ ആൾക്കാർ പാനിക്കായിട്ട് തിരിച്ചു കയറലും ഈ 2 ലേഡി TTRും അതിലൊരാൾ ലോക്കോ പൈലറ്റാണോ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഒരു മെയിൽ TTR അവർ ട്രെയിനിലേക്ക് തിരിച്ചു കയറി. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ തിരിച്ചു കയറുന്ന കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കയറില്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും മനുഷ്യന്മാരാണ് നിങ്ങളും അങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആ TTR തിരിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടില്ല, ചെയിൻ വലിക്കാൻ നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ TTR തന്നെയാണ് ചെയിൻ വലിച്ചത് അവിടെ വെച്ചിട്ട്. അങ്ങനെയാണ് ആ ട്രെയിൻ അവിടെ നിന്നത്. ഇല്ല ഷൊർണൂർ നിന്ന് കഴിഞ്ഞിട്ട് പറയുന്നത് ഈ ആംബുലൻസ് വരാത്തതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ നിന്ന് മുളങ്കുന്നത്തുകാവുന്ന ശ്രീധനെ ട്രെയിനിൽ വീണ്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നിങ്ങൾ ചെയിൻ വലിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അത് അവർ TTR കൊടുക്കണ്ടല്ലേ. അങ്ങനെ ഒരു നിർദ്ദേശം അവർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് TTR തന്നെ അവിടെ നിന്നിട്ട് ചെയിൻ വലിച്ചത്. പിന്നെ മെഡിക്കൽ കോളേജ് മുളങ്ങുന്നത്താവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് അധികം ദൂരമില്ല, വളരെ പെട്ടെന്ന് എത്താവുന്ന ദൂരമുള്ളൂ. ഞാൻ ആ ആംബുലൻസിൽ ട്രാവൽ ചെയ്ത ആളാണ്. ഈ പേഷ്യൻ്റെ കൂടെ ഞാൻ പോയ ആളാണ്. ഇവിടെ 5 മിനിറ്റിലോ 10 മിനിറ്റിലോ താഴെയായിട്ട് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. അതിൽ മറ്റേ ഈ പേഷ്യനെ താഴെ കിടത്തിയിട്ട് കൊണ്ടുപോയത് ഞങ്ങൾ 3 പേര് നിന്നിട്ടാണ് പോയത്. 5 മിനിറ്റിനുള്ളിൽ എത്താവുന്ന ദൂരവും പിന്നെ ഇടുങ്ങിയ വഴി അല്ലെങ്കിൽ ഒരു വളവും തിരിവുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ 3 പേര് ഇങ്ങനെ പിടിച്ച് നിന്ന് പരസ്പരം കൂട്ടിയൊക്കെ ഇടിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അല്ലല്ല ആ ഒരു സമയത്ത് വേറൊരു ബ്ലോക്കോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയില്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ. അത് അറിയില്ല എനിക്കിവിടെ മെഡിക്കൽ കോളേജ് ഓക്സിജന്റെ കാര്യം നിങ്ങൾ ചോദിച്ചിരുന്നോ? ഓക്സിജൻ ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളത് നമ്മൾ കിട്ടിയ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. ആംബുലൻസ് വന്നു, കാരണം അത്രയധികം ആൾക്കാരും ഉണ്ടായിരുന്നു. ഈ പേഷ്യൻറ്റിനെ ഉള്ളിലേക്ക് കിടത്തിയിട്ട് ഞാൻ കയറുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല അതിനകത്ത് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മളവിടെ വിചാരിക്കില്ല. ഉള്ളിലേക്ക് കയറ്റി കിടത്തി താഴെ കിടക്കുന്ന ഒരു ലേസിൽ അവരും അഗൈൻ CPR കൊടുത്തുകൊണ്ട് അതിനുള്ളിൽ ഞങ്ങൾക്ക് സിലിണ്ടർ 2-3 ഈ ഒരു ഉള്ളിൽ തന്നെയായിട്ട് അറ്റത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഈ വേറെ കാര്യങ്ങളൊന്നും ഒരു ഓക്സിജൻ മാസ്കോ വേറെ ഒന്നും അവർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ CPR കൊടുക്കൽ തന്നെയാണ് ഈ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ, ഞാൻ ആ ഒരു വീഡിയോ ഇതിന് ശേഷമാണ്, ഇന്നലെ ഈ ന്യൂസ് വന്നതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ സ്റ്റേഷനിൽ വെച്ച് മരിച്ചു എന്നുള്ളത് അവർ പറയുന്നത് ഞാൻ അപ്പോഴാണ് അറിയുണ്ടായിരുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ശരിക്കും. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് പ്രകാരം 20-25 മിനിറ്റ് മുന്നേ ആൾ മരിച്ചിട്ടുണ്ട്.
അങ്ങനെ പറയുകയാണെങ്കിൽ ഈ മുളങ്ങുന്നത്താവ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത് ആൾ. അവിടെ കിടന്നൊരു ആള് അൺകോൺഷ്യസ് ആയിരുന്നു, കണ്ണ് കുറച്ചുകൂടി മുകളിൽ. പക്ഷെ അവിടെ വെച്ചിട്ട് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് പൾസ് കിട്ടിയിട്ടുണ്ടെന്ന്. 3 സെക്കൻഡോളം 3 മിനിറ്റോളം അറിയില്ല, ആൾക്ക് പൾസ് കിട്ടി എന്നുള്ളത് ആ ഡോക്ടർ, ലേഡി ഡോക്ടർ അവിടെ വെച്ചിട്ട് കൺഫേം ചെയ്തിട്ടുള്ളതാണ്. എത്ര മിനിറ്റിന് ശേഷം ഈ ലേഡി ഡോക്ടർ വന്ന് ഈ ഇത് കൊടുക്കുന്നത്, CPR കൊടുക്കുന്നത്? എനിക്ക് അരമണിക്കൂർ ഈ എനിക്ക് അല്ലല്ല സ്റ്റേഷനിൽ ഇറക്കി കിടത്തിയിട്ട് ഈ കുറച്ച് കഴിഞ്ഞിട്ട്, കാരണം ഈ മെഡിക്കൽ സ്റ്റുഡൻറ്റ് അവിടെ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് തറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയിട്ടുള്ള എല്ലാ മലയാളികളായിട്ടുള്ള ആൾക്കാരും തറക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയം ആൾക്ക് ഇനി CPR കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ തന്നെ വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഒരു സമയത്ത് തോന്നി ട്രെയിനകത്ത് ഇനി ഏതെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടോ എന്ന് തോന്നിയിട്ടാണ് പിന്നെ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ട്രെയിനകത്ത് പോയി. അങ്ങനെ കുറച്ച് പേര് പോയി അന്വേഷിക്കുമ്പോഴേ തന്നെ ഒരു ലേഡി, ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി ഇറങ്ങി വരാണ് ചെയ്തത്.